ഡോക്ടറെ നമുക്കിപ്പോൾ കർക്കിടക ചികിത്സയ്ക്കൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ. ഈ കർക്കിടക ചികിത്സ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ? കർക്കിടക ചികിത്സ നമുക്ക് പ്രധാനമായി അറിയാമല്ലോ. ഈ ഒരു ചൂട് കാലം കഴിഞ്ഞ്, അതായത് വലിയൊരു വേനൽക്കാലം കഴിഞ്ഞ് വരുന്ന ഒരു മഴക്കാലമാണ് ശരിക്കും ഈ വർഷകാലമാണ് കർക്കിടക കാലം. അപ്പോൾ പ്രധാനമായും നമ്മൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്, മൂന്ന് ദോഷങ്ങളുടെയും എക്വിലിബ്രിയാവസ്ഥ അങ്ങ് മാറും. അപ്പോൾ അതുപോലെ തന്നെ പ്രധാനമായും വാദദോഷത്തിനൊരു കോപകാലവും കൂടെയാണ്. അപ്പം എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, വാദം കോപിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ പണ്ടേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, പെയിൻ എന്ന് പറയുന്നത് അവിടെ ഒരു ഫീച്ചർ ആയിരിക്കും. അപ്പം നമ്മൾ വെറുതെ ഡിസീസ്ഡ് അല്ലാത്തുള്ള ആൾക്കാർക്ക് പോലും പെയിൻ ഒരു പ്രധാന ഒരു എലിമെന്റ് ആയിട്ട് നമുക്ക് വരും. അപ്പോൾ നമ്മുടെ ബോഡിയുടെ ബലം കുറയും. ബോഡിയുടെ ബലം ഏറ്റവും കുറയുന്ന ഒരു കാലമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അഗ്നിബലം കുറയുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇമ്മ്യൂണിറ്റി കുറയുന്നുണ്ട്. കാരണം ഏറ്റവും അസുഖങ്ങളൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് കർക്കിടക കാലം. അപ്പം ഇത്തരത്തിലൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും കൂടെ വരുമ്പോൾ ഒരു ചികിത്സ നമ്മുടെ ബോഡിയെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പരമ്പരാഗത കേരളീയ തനത് ചികിത്സാ രീതിയാണ് ശരിക്കും കർക്കിടക ചികിത്സ എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ അഗ്നിയെ ബലപ്പെടുത്തുന്നുണ്ട്, ഇമ്മ്യൂണിറ്റി നമ്മൾ കൂട്ടുന്നുണ്ട്, ഒപ്പം നമുക്ക് ബോഡിയെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. ബോഡിയെ സ്ട്രെങ്തൻ ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് എന്താ കിട്ടുന്നത്? മസിൽസിന് ബലം കിട്ടുന്നുണ്ട്, ജോയിൻസിന് ബലം കിട്ടുന്നുണ്ട്, ഒപ്പം ബോണുകൾക്കൊക്കെ നല്ല സ്ട്രെങ്തും സ്റ്റെബിലിറ്റിയും ഒക്കെ കിട്ടുന്നുണ്ട്. അത് എല്ലാ തരത്തിലുള്ള പ്രകൃതിയിലുള്ളവർക്കും ഒരു ചികിത്സ അനിവാര്യമായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. അതിലൂടെ നമ്മൾ ഒരു വർഷത്തേക്ക് നമ്മുടെ ബോഡിയെ ബലപ്പെടുത്തുന്നു, നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്നു, നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ എടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു ചികിത്സകളിലൂടെ സാധിക്കും. നമുക്കൊരു ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു മാനേജ്മെന്റ് ഒരു കർക്കിടകത്തിൽ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത 1 ഇയർ ഇതിന്റെ ഗുണം കിട്ടും, ചികിത്സയുടെ ഗുണം കിട്ടുമെന്നാണ് പറയുന്നത്. ഒരു ലോഞ്ചിവിറ്റിക്കും നമ്മുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിനും എല്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ശരിക്കും കർക്കിടക ചികിത്സ. കർക്കിടക ചികിത്സയെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ എങ്ങനെയൊക്കെ നമ്മളെ ഒന്ന് ക്ലെൻസ് ചെയ്യാം, ബോഡീനെ കർക്കിടകത്തിലൂടെ ക്ലെൻസ് ചെയ്യുന്ന കർക്കിടക ചികിത്സകളിൽ ഈ ക്ലീനിങ് മെത്തേഡ്സ്, ബോഡിയെ പ്യൂരിഫൈ ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ്, റീജുവിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ വരുന്ന ഓരോരോ വീഡിയോസിനകത്തായിട്ട് പറയാനും ആഗ്രഹിക്കുന്നു.